ബി.ജെ.പി. അംഗങ്ങൾ ഹാജരില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂർ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനായില്ല. ഹാജരില്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്താനായി വീണ്ടും കൗൺസിൽ യോഗം ചേരും. ആകെ 46 പേരുള്ള കൗൺസിലിൽ ബി.ജെ.പിക്ക് 2 അംഗങ്ങളാണുള്ളത്. ഇവർ 2 പേരും യോഗത്തിനെത്തിയില്ല. എല്ലാ കൗൺസിലർമാരും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമാകേണ്ടതുണ്ട്. ഇതിനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്ത് നാമനിർദ്ദേശം നൽകുകയും വേണം. LDF, UDF അംഗങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഓരോ കമ്മിറ്റിയിലേക്കും ആവശ്യമായത്ര നാമനിർദ്ദേശങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നതിനാൽ തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നില്ല. എന്നാൽ അംഗങ്ങൾ ഹാജരില്ലാത്തതിനാൽ വികസനം, വിദ്യാഭ്യാസം കമ്മിറ്റികളിൽ ഓരോ അംഗങ്ങളുടെ കുറവ് വന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനായി വ്യാഴാഴ്ച വീണ്ടും കൗൺസിൽ ചേരുമെന്ന് വരണാധികാരി N. വിജയകുമാർ അറിയിച്ചു. ഇപ്പോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത അംഗങ്ങൾ വീണ്ടും ചേരുന്ന കൗൺസിലിൽ എത്തിയില്ലെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ തന്നെ അവരെയും കമ്മിറ്റികളുടെ ഭാഗമാക്കും. അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാത്തതിനാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് അടുത്തയാഴ്ചയിലേക്ക് നീളാനാണ് സാധ്യത.